നമസ്കാരം. 2026 PSC ചോദിച്ചിരിക്കുന്ന കലാ, കായികം, സാഹിത്യം, സംസ്കാരം ഇവയായി റിലേറ്റ് ചെയ്യപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും നമുക്ക് പഠിച്ചു പോകാം. ഒന്നാമത്തെ ചോദ്യം, ആദ്യം നമ്മൾ BFOയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ നോക്കാം. മലയാളത്തിൽ ആദ്യമായി ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മലയാളത്തിൽ ആദ്യമായി ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അടൂർ ഗോപാലകൃഷ്ണൻ അല്ലേ? ഓപ്ഷൻ സി, അടൂർ ഗോപാലകൃഷ്ണനാണ് മലയാളത്തിൽ ആദ്യമായി ലഭിച്ചത്. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ പരമോന്നത ബഹുമതിയായിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന അവാർഡാണ് ഇത്, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് അല്ലേ? ഈ പുരസ്കാരം നേടി. അടുത്ത ചോദ്യം, അതിനു മുമ്പ് മലയാള സിനിമയുടെ പിതാവ് ആരാണ്? മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയലാണ് കേട്ടോ. JC ഡാനിയൽ, അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. JC ഡാനിയൽ പുരസ്കാരം എന്ന് പറയുന്നത് കേരള സർക്കാർ ചലച്ചിത്ര രംഗത്ത് സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പരമോന്നത പുരസ്കാരമാണ്. അടുത്ത ചോദ്യം, ആരുടെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്? മേജർ ധ്യാൻചന്ദ് അല്ലേ? ഓപ്ഷൻ ബി. ഇന്ത്യൻ ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. നാഷണൽ സ്പോർട്സ് ഡേ എന്നാണ് ഓഗസ്റ്റ് 29. വിശ്വനാഥൻ ആനന്ദ് ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് അല്ലേ? മിൽഖ സിംഗ്, പറക്കം സിംഗ് എന്നറിയപ്പെടുന്നത് ആരാണ്? മിൽഖ സിംഗ് ആണ്. ദെൻ പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരാണ്? PT ഉഷയാണ്. അടുത്ത ചോദ്യം, വിജുഗീഷു മൃത്യുവിന്നാമോ ജീവിതത്തിൽ കൊടിപ്പടം താഴ്ത്താൻ, ഈ വരികൾ ഏത് കൃതിയിലേതാണ്? കന്നിക്കൊയ്ത്ത് കേട്ടോ. ഓപ്ഷൻ സി, കന്നിക്കൊയ്ത്താണ്. മലയാളത്തിലെ പ്രശസ്ത കവിയായ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരമാണ് ഈ കന്നിക്കൊയ്ത്ത്. അതിലെ വരികളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതായത്, മരണത്തിന് മുന്നിൽ ജീവിതത്തിൻ്റെ വിജയക്കൊടി താഴ്ത്താൻ മനസ്സാകാത്ത മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യത്തെയാണ് കവി വരികളിലൂടെ ആവിഷ്കരിക്കുന്നത്. ബാക്കി വീണപ്പൂവ് ആരുടേതാണ്? കുമാരനാശാൻ്റെ അല്ലേ? അതെ. കാവിലെപ്പാട്ട് അത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടേതാണ്. ശിഷ്യനും മകനും വള്ളത്തോളിൻ്റെയാണ് കേട്ടോ. വള്ളത്തോൾ നാരായണ മേനോൻ്റെ ഒരു ഖണ്ഡകാവ്യമുണ്ട്, അതാണ് ശിഷ്യനും മകനും. പരശുരാമനും വിഘ്നേശ്വരനും തമ്മിലുള്ള ആ ഒരു യുദ്ധ പശ്ചാത്തലമൊക്കെയുള്ള ഒരു ഇതാണ് കേട്ടോ അത്. അടുത്ത ചോദ്യം, പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രച്ഛന്ന ബുദ്ധൻ ശങ്കരാചാര്യർ അല്ലേ? ഓപ്ഷൻ ഡി, ശങ്കരാചാര്യരാണ്. അതായത് അദ്വൈത വേദാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ ആദി ശങ്കരാചാര്യർ ബുദ്ധമത തത്വങ്ങളോട് സാദൃശ്യമുള്ള ആശയങ്ങൾ അവതരിപ്പിച്ചതിനാലാണ് പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ശ്രീബുദ്ധൻ ബുദ്ധമത സ്ഥാപകനാണല്ലേ, യഥാർത്ഥ ബുദ്ധൻ. ഇനി മഹാവീരൻ ജൈനമതത്തിലെ 24ാമത്തെ തീർത്ഥങ്കരനാണല്ലേ? അതെ. സ്വാമി വിവേകാനന്ദൻ ആരാണ്? രാമകൃഷ്ണ മിഷൻ്റെ സ്ഥാപകനാണ്. ഓക്കെ, അടുത്തത് 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 ഓടക്കുഴൽ പുരസ്കാരം K. അരവിന്ദാക്ഷൻ. ഓപ്ഷൻ ബി ആണ് കേട്ടോ. K. അരവിന്ദാക്ഷനാണ്. G. ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന പുരസ്കാരമാണ് 2024 ലഭിച്ചത്. K. അരവിന്ദാക്ഷനാണ്. ഇനി നമ്മൾ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. മലയാളത്തിലെ തനത് നാടകവേദിക്ക് തനതായ സംഭാവന നൽകിയ കലാകാരൻ ആരാണ്? നാടകവേദി ആരാ? കാവാലം നാരായണ പണിക്കരാണ് കേട്ടോ. മലയാള നാടകവേദിയിൽ തനത് നാടകവേദി എന്ന ആശയം ജനപ്രിയമാക്കുകയും പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്ത നാടകകൃത്താണ് കാവാലം. നാടൻ ജീവിതത്തിൻ്റെ ഇടർച്ചയും പതർച്ചയും ആവിഷ്കരിക്കുന്ന ഇരവിക്കുട്ടിപ്പിള്ളപ്പോര് ഏത് വിഭാഗത്തിൽപ്പെടുന്ന നാടൻ പാട്ടാണ്? നാടൻ ജീവിതത്തിൻ്റെ തുടർച്ചയും പതർച്ചയും ആവിഷ്കരിച്ച ഇരവിക്കുട്ടിപ്പിള്ളപ്പോര് ഏത് വിഭാഗത്തിൽപ്പെടുന്ന നാടൻ പാട്ടാണ്? ഏതാ? തെക്കൻ പാട്ടാണ് കേട്ടോ. തെക്കൻ പാട്ട് തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇരവിക്കുട്ടിപ്പിള്ളയുടെ ധീരതയെ വാഴ്ത്തുന്ന പാട്ടുകളാണ് തെക്കൻ പാട്ടുകൾ എന്ന ഇതിലാണത് വരുന്നത്. അടുത്ത ചോദ്യം, ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിൻ്റെ വേരുറപ്പിവിടെ
വേരുറപ്പിവിടെ പോൽ കാണുമോ വേറെങ്ങാനും. ഈ വരികൾ രചിച്ച കവിയാരാണ്? ആരുടേതാണ് ഈ വരികൾ? ആരുടേതാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റേതാണ് കേട്ടോ. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റേത്. എന്താ പറയുന്നത്? ജീവിത യാഥാർത്ഥ്യങ്ങളെയും മനുഷ്യത്വത്തെയും കുറിച്ച് വാഴ്ത്തുന്ന വൈലോപ്പിള്ളിയുടെ ഒരു കവിതാ വരികളാണ് ഈ കൊടുത്തിട്ടുള്ളത്. അടുത്ത് 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളിയായ കായിക താരം ആരാണ്? 2025 ആർക്കാണ്? PR ശ്രീജേഷ് അല്ലെ, ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ മുൻ ഗോൾ കീപ്പറും ഒളിമ്പിക് മെഡൽ ജേതാവുമായ PR ശ്രീജേഷിന് കായിക രംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ചാണ് പത്മഭൂഷൺ ലഭിച്ചത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയേത്? ഭാനു മുഷ്താഖിൻ്റെ ചെറുകഥാ സമാഹാരമായ ഹാർട്ട് ലാമ്പ് 2025 ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം നേടി. KR മീരയുടെ നോവലായ കലാച്ചി 2025 ജ്ഞാനപീഠ പുരസ്കാരം നേടി. സന്തോഷ് കുമാറിൻ്റെ നോവലായ തപോമയുടെ അച്ഛൻ 2025 വയലാർ പുരസ്കാരം നേടി. രാജശ്രീയുടെ നോവലായ ആത്രേയകം 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടി. ശരിയായതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തെ ശരിയാണ്. അതായത് ഭാനു മുഷ്താഖിൻ്റെ ചെറുകഥാ സമാഹാരമായ ഹാർട്ട് ലാമ്പ് 2025 ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം നേടി. അത് ശരിയാണ്. പിന്നെയോ മൂന്നാമത്തത്, സന്തോഷ് കുമാറിൻ്റെ നോവലായ തപോമയുടെ അച്ഛൻ 2025 വയലാർ പുരസ്കാരവും നേടി. അത് രണ്ടും ശരിയാണ്. അപ്പോൾ ബാക്കി നോക്കി, കലാച്ചി എന്ന് പറയുന്നത് KR മീരയുടെ നോവലാണ്. പക്ഷെ ജ്ഞാനപീഠ പുരസ്കാരം KR മീര അതിനല്ല ലഭിച്ചത്. രാജശ്രീയുടെ നോവലായ ആത്രേയകം, അതെ അത് രാജശ്രീയുടെ നോവലാണ്. പക്ഷെ അതിനല്ല എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിക്കുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്കുള്ളതാണ് അല്ലേ അത്. അടുത്ത ചോദ്യം, മുക്തക അതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? പ്രാചീന നാടകവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് മുക്തകം. സ്വയം പൂർണ്ണമായ ആശയങ്ങളോട് കൂടിയ ഒറ്റ ശ്ലോകമാണ്. അക്ഷര ശ്ലോകവുമായി അഭേദ്യമായ ബന്ധവുമുണ്ട്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഏതാണ്? 2ഉം 3ഉം ശരിയാണ്. 2ഉം 3ഉം. അതായത് മറ്റൊരു ശ്ലോകത്തിൻ്റെ സഹായമില്ലാതെ സ്വയം പൂർണ്ണമായ അർത്ഥം നൽകുന്ന ഒറ്റ ശ്ലോകങ്ങളെയാണ് മുക്തകങ്ങൾ എന്ന് പറയുന്നത്. പിന്നെയോ അക്ഷരശ്ലോക സദസ്സുകളിൽ മുക്തകങ്ങൾക്ക് വലിയ പ്രാധാന്യവുമുണ്ട്. പക്ഷേ ഇത് പ്രാചീന ചടങ്ങല്ല കേട്ടോ, നാടകവുമായി ബന്ധപ്പെട്ട ചടങ്ങല്ല. അതുകൊണ്ടാണത് തെറ്റായിപ്പോയത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ? ഏതാണത്? വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ കായിക ഫീച്ചറാണ് കേട്ടോ. കായിക ഫീച്ചറാണ് കേട്ടോ അത്. കായിക ഫീച്ചർ. ഓക്കെ. വാങ്കഡയുടെ ഹൃദയ തുടിപ്പുകൾ നമ്മുടെ മുംബൈയിലെ പ്രശസ്തമായ വാങ്കഡെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ അതിൻ്റെ പശ്ചാത്തലത്തിലും ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ സുവർണ്ണ നിമിഷങ്ങളെയും കോർത്തിണക്കിയിട്ടാണ് അങ്ങനെയുള്ളൊരു കായിക ഫീച്ചറാണ് കേട്ടോ. കേരളത്തിലെ പ്രാചീന കലകൾ എന്ന പുസ്തകം രചിച്ചതാര്? പ്രാചീന കലകൾ ആരാണ്? പ്രാചീന കലകൾ പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മയാണ് കേട്ടോ. പ്രാചീന കലകൾ, കേരളത്തിലെ പ്രാചീന കലകൾ എന്ന പുസ്തകം രചിച്ചത് പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മ. ഫോക്ലോർ അക്കാദമിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ശ്രീ OS ഉണ്ണികൃഷ്ണൻ ചെയർമാനാണ്. 18 ജൂൺ 1995 സ്ഥാപിച്ചു. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഫോക്ലോർ അക്കാദമിയുമായി 1ഉം 2ഉം ശരിയാണ് അല്ലേ. 1ഉം 2ഉം. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരിലെ ചിറക്കലാണ്. അത് ശരിയാണ്. പിന്നെയോ നിലവിലെ പ്രധാന ചുമതലക്കാരുമായി ബന്ധപ്പെട്ടത് ആരാ? ശ്രീ OS ഉണ്ണികൃഷ്ണൻ. അതും ശരിയാണ്. വിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പുത്രനായ M രാമവർമ്മ രാജ ആദ്യ ചെയർമാനായ അക്കാദമി ഏതാണ്? M രാമവർമ്മ രാജ ആദ്യ ചെയർമാനായ അക്കാദമിയാണ് കേരള ലളിതകലാ അക്കാദമി. ചിത്രകല, ശില്പകല എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1962 തൃശ്ശൂർ ആസ്ഥാനമാക്കി സ്ഥാപിതമായതാണ് കേരള ലളിതകലാ അക്കാദമി. ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു?
ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ആരായിരുന്നു ടീം ക്യാപ്റ്റൻ? ഹർമൻപ്രീത് കൗർ അല്ലേ? ഓപ്ഷൻ സി, ഹർമൻപ്രീത് കൗർ ആയിരുന്നു കേട്ടോ. ഇനി കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യനൊരാമുഖം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? മനുഷ്യന് ഒരാമുഖം ആരുടെയാണ്? സുഭാഷ് ചന്ദ്രൻ അല്ലേ? സുഭാഷ് ചന്ദ്രൻ്റേതാണ് മനുഷ്യന് ഒരു ആമുഖം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകളും വയലാർ അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട്. ക്ഷേത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായി AD 6-ാം ശതകം മുതൽ കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്ന കലാരൂപം ഏതാണത്? മോഹിനിയാട്ടം അല്ലേ? മോഹിനിയാട്ടമാണ് കേട്ടോ. ലാസ്യ നൃത്ത രൂപമാണ് മോഹിനിയാട്ടം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം ഏതാണ്? മാതൃഭാഷാ പഠനത്തിന് വേണ്ടി മലയാളം മിഷനാണ് കേട്ടോ. മലയാളം മിഷൻ. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. ഓക്കെ, അടുത്തത് എന്താണ്? വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നിതു ചിലർ, കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധഭം. ഈ വരികൾ ആരുടേതാണ്? ആരേത്? പൂന്താനം നമ്പൂതിരി അല്ലേ? ജ്ഞാനപ്പാനയിലെ പ്രശസ്തമായ വരികളാണിത് കേട്ടോ. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37-ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം ആരാണ്? എൽദോസ് പോൾ ആണ് കേട്ടോ. എൽദോസ് പോൾ ഇന്ത്യയുടെ പ്രമുഖ ട്രിപ്പിൾ ജംപ് താരമാണ്. ആര്? എൽദോസ് പോൾ കേട്ടോ. 37-ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചു. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാ? ഫോക്ലോർ അക്കാദമി കണ്ണൂർ ചിറയ്ക്കൽ അല്ലേ? തൊട്ട് മുമ്പ് നമ്മൾ കണ്ടു. അടുത്തത്, തപ്പുകൊട്ടി മേളമൊരുക്കി താളവടിവിൽ താവടി തുള്ളി പുലവൃത്തമാടി വിനോദഭാക്ഷണത്തിലൂടെ പൊട്ടിച്ചിരി വിടർത്തി അടവിതുള്ളി കോലം തുള്ളലിലേക്ക് കവുങ്ങിൻ പാളയിലേക്ക് കോലങ്ങൾ. ഏത് അനുഷ്ഠാന കലാരൂപത്തെക്കുറിച്ചുള്ളതാണ് ഈ വിവരങ്ങൾ? ഏതാണത് വരുന്നത്? പടയണിയാണ് കേട്ടോ. ഏതാണ്? പടയണി. മധ്യ തിരുവിതാംകൂറിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഭഗവതി ക്ഷേത്രങ്ങളിൽ അനുഷ്ഠിച്ചു വരുന്ന ഒരു കലാരൂപമാണിത്, പടയണി. പടയണിയുടെ പ്രധാന വാദ്യം എന്ന് പറയുന്നത് തപ്പാണ് കേട്ടോ. തപ്പുകുട്ടി മേളം ഒരുക്കിയത് തപ്പാണ് കേട്ടോ. ഇനി അതിലെ പ്രധാന ചടങ്ങുകളാണ് ഈ താവടി തുള്ളൽ, അടവി തുള്ളൽ എന്നിവ. പ്രകൃതിദത്തമായ കവുങ്ങിൻ പാളകളിൽ, ഇതാണ് ഇവിടെ പറയുന്നത്, കവുങ്ങിൻ പാളയിലാണ് കോലങ്ങൾ അല്ലേ? അപ്പോൾ പ്രകൃതിദത്തമായ കവുങ്ങിൻ പാളകളിൽ പച്ചിലച്ചാറും കരിയും മറ്റ് പ്രകൃതിദത്ത ചായങ്ങളും ഉപയോഗിച്ചാണ് ഈ ഒരു ഭൈരവി കോലമൊക്കെ അല്ലെങ്കിൽ കാഞ്ഞിരമാല കോലം, പക്ഷിക്കോലമൊക്കെ നിർമ്മിക്കുന്നത്. ഓക്കെ, അടുത്തത്, മലയാളത്തിലെ പ്രശസ്തരായ ചില ആട്ടക്കഥാകൃത്തുക്കളെയും അവരുടെ ആട്ടക്കഥകളെയും ചൂടെ കൊടുക്കുന്നു. ഇവയിൽ ശരിയായി ചേർത്തിട്ടുള്ളത് ഏതൊക്കെയാണ്? ഓക്കെ, ഇരമൻ തമ്പി അംബരീഷ ചരിതം, അശ്വതി തിരുനാൾ ഉത്തരാ സ്വയംവരം, കോട്ടയത്ത് തമ്പുരാൻ കല്യാണ സൗഗന്ധികം, ഉണ്ണായി വാര്യർ നളചരിതം. ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 3ഉം 4ഉമാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് വരുന്നത് അല്ലേ? 3ഉം 4ഉം ശരിയായത്. കോട്ടയത്ത് തമ്പുരാൻ ഏതാ? കല്യാണ സൗഗന്ധികം ശരിയാണ്. പിന്നെയോ ഉണ്ണായി വാര്യരുടെ നളചരിതം, അതും ശരിയാണ്. അപ്പോൾ മലയാളത്തിൽ കഥകളി സാഹിത്യത്തിന് അടിത്തറയിട്ട വ്യക്തിയാണ് കോട്ടയത്ത് തമ്പുരാൻ. അദ്ദേഹം രചിച്ച 4 പ്രശസ്തമായ ആട്ടക്കഥകളാണ് ഭഗവതം, പിന്നെന്തായിരുന്നു, കാലയേകവധം, കല്യാണ സൗഗന്ധികം, കിർമീരവധം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, പിന്നെ ഉണ്ണായി വാര്യരാണ് നളചരിതം. പിന്നെ നമ്മുടെ ഇതിൽ ക്വസ്റ്റ്യനിൽ തെറ്റായ 2 എണ്ണം, അതായത് ഏതൊക്കെയായിരുന്നു? അംബരീഷ ചരിതം ആട്ടക്കഥ രചിച്ചത് ഇതിന് ഓപ്പോസിറ്റ് അശ്വതി തിരുനാളും, ഉത്തരാ സ്വയംവരം രചിച്ചത് ആരാണ്? നമ്മുടെ ഇരയമ്മൻ തമ്പി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചിന്നത്തമ്പി
അണ്ണാവി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട് പ്രശസ്തി നേടി? ചിന്നത്തമ്പി അണ്ണാവി ഏതാണ്? ചവിട്ട് നാടകമാണ് കേട്ടോ. കേരളത്തിലെ ക്രൈസ്തവരുടെ തനത് കലാരൂപമാണ് ഇത്, ചവിട്ട് നാടകം അല്ലേ. അതിലറിയപ്പെടുന്ന വ്യക്തിയാണ് ചിന്നത്തമ്പി അണ്ണാവി. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി, ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ആരാണ്? ആദ്യം CK ലക്ഷ്മണൻ 1924 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത തൃശ്ശൂർ സ്വദേശിയാണ് CK ലക്ഷ്മണൻ. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് മലയാള നോവലിലാണുള്ളത്? അപ്പുക്കിളി ഖസാക്കിൻ്റെ ഇതിഹാസം അല്ലേ. ഖസാക്കിൻ്റെ ഇതിഹാസം OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലാണ് ആരുള്ളത്? കഥാപാത്രമാണ് അപ്പുക്കിളി. അപ്പുക്കിളി. പുള്ളിയൻ N പ്രഭാകരൻ്റേതാണ്. ആത്രേയകം നമ്മൾ കണ്ടല്ലേ. പിന്നെയുള്ളത് R രാജശ്രീയുടേത്. അനർഘ നിമിഷം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റേതാണ്. അടുത്ത ചോദ്യം, ശബരിമല ക്ഷേത്രം ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ് അല്ലേ. പത്തനംതിട്ട. 56ാമത്തെ ചോദ്യം എന്താ നോക്കി. 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രം ഏത്? മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ ലഭിച്ചത് തന്തപ്പേര് എന്ന് പറയുന്നതാണ്. ഓഡിയൻസ് പോൾ അവാർഡ് നേടിയത് തന്തപ്പേര്. അടുത്ത ചോദ്യം, മച്ചാട്ടിളയത് ഏത് സാഹിത്യ ശാഖയിലാണ് പ്രസിദ്ധി നേടിയത്? മച്ചാട്ടിളയത് ഏതാത്? തിരുവാതിരപ്പാട്ടാണ് കേട്ടോ. തിരുവാതിരപ്പാട്ട് സാഹിത്യശാഖയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയാണ് മച്ചാട്ട് നാരായണൻ ഇളയത്. ഓക്കെ, മച്ചാട്ട് നാരായണൻ ഇളയത്. അദ്ദേഹത്തിൻ്റെ പാർവതി സ്വയംവരം തിരുവാതിരപ്പാട്ട് ശാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നാണ് കേട്ടോ. ഇനി ലാസ്റ്റ് ചോദ്യം നോക്കാം. ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? എവിടെയത്? കൊടുങ്ങല്ലൂർ അല്ലേ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണ് ഇത്, ചേരമാൻ ജുമാ മസ്ജിദ്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട കലാ, കായികം, സാഹിത്യം, സംസ്കാരമായി റിലേറ്റ് ചെയ്തിട്ടുള്ള 2026 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് അടുത്തൊരു കെമിസ്ട്രി സെക്ഷനായിട്ട് 2026 PSC ചോദിച്ച കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്